നമസ്കാരം. കർക്കിടക മാസത്തിൽ ഈ പരാമർശിക്കുന്ന നക്ഷത്രക്കാർക്ക് ലോട്ടറി സൗഭാഗ്യം തെളിഞ്ഞിരിക്കുന്ന സമയമാണ്. ലോട്ടറി സൗഭാഗ്യം ഈ മാസം ഇവരെ കാത്തിരിക്കുന്നു എന്നുള്ളതാണ്. സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിന്റെയും ദിവസങ്ങളായി തന്നെ ഈ സമയം ഇവർക്ക് മാറുകയും ചെയ്യാം. രാമായണ മാസം അഥവാ കർക്കിടക മാസവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇവർക്ക് ജീവിതത്തിൽ ഉന്നതിയിലേക്ക് എത്തുവാൻ ലോട്ടറി സൗഭാഗ്യത്തിലൂടെ സാധിക്കുന്ന സാഹചര്യമായിരിക്കും ഉണ്ടാവുക. അവിസ്മരണീയമായ ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു മാസമായി തന്നെ പരാമർശിക്കുവാൻ സാധിക്കും. പ്രതീക്ഷ നഷ്ടപ്പെട്ട് നിൽക്കുന്ന വ്യക്തികൾ തന്നെയാണ് ഇവർ. ജീവിതത്തിൽ ഇനിയെങ്കിലും ഒരു മാറ്റം ഉണ്ടാകണം എന്ന് മനസ്സുരുകി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉള്ളത്. അത്തരം പ്രാർത്ഥനകൾ മനസ്സിൽ എപ്പോഴുമുണ്ട് എന്നത് വാസ്തവം തന്നെയാണ്. അത്തരത്തിലുള്ള നക്ഷത്രക്കാരായ ഈ വ്യക്തികൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ ഭാഗ്യം സിദ്ധിച്ചിരിക്കുന്ന സമയം തന്നെയാണ് മുൻപിലുള്ളത്. ധനവരവ് നിങ്ങൾക്ക് സംഭവിക്കാം എങ്കിൽ പോലും നിങ്ങളുടെ ജീവിതത്തിൽ പല രീതിയിലും കുടുംബവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ രക്ഷപ്പെടുന്ന പല തരത്തിലുള്ള അനുഭവങ്ങളും ഈ സമയം നിങ്ങളെ കാത്തിരിക്കുകയാണ്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു ഭാഗ്യാനുഭവം നിങ്ങളിലേക്ക് കടന്നു വരാം. ധനപരമായ പ്രതിസന്ധികളിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് അതിൽ നിന്നും ഒരു മുക്തി എനിക്ക് ലഭിക്കുന്നില്ലല്ലോ എന്ന പ്രാർത്ഥനയുടെ ഫലമായി നിങ്ങളിലേക്ക് ഒരു മുക്തി കടന്നു വരാവുന്ന സമയമാണ് മുൻപിലുള്ളത്. ഈ സമയം നിങ്ങൾക്ക് രാജാവിന്റെ പോലെ മുന്നോട്ട് പോകുവാനുള്ള ഭാഗ്യാനുഭവങ്ങൾ നിറഞ്ഞ ഒരു സമയം തന്നെയാണ് മുൻപിലുള്ളത്. ഇപ്പോൾ പരാമർശിക്കാൻ പോകുന്നത് ലോട്ടറി ഭാഗ്യം കടന്നു വരാൻ പോകുന്ന നക്ഷത്രക്കാരെ കുറിച്ചാണ്. ഭാഗ്യത്തെ ആകർഷിക്കുവാനായി തീർച്ചയായും ഞാൻ ഈ പരാമർശിക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളും നിങ്ങൾ ചെയ്യേണ്ടത് അനിവാര്യം തന്നെയാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ലോട്ടറി ഭാഗ്യത്തെ കുറിച്ച് മനസ്സിലാക്കാം. പ്രധാനമായും അറിയേണ്ടത് നിങ്ങളുടെ ഭാഗ്യ നമ്പറുകൾ, അതായത് ഈ സമയവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ നക്ഷത്രപ്രകാരമല്ല പരാമർശിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കുക. ഈ സമയം നിങ്ങൾക്ക് ഭാഗ്യം തുണയ്ക്കാവുന്ന ആ നമ്പറുകളെ കുറിച്ചും ഈ അധ്യായത്തിലൂടെ പരാമർശിക്കാവുന്നതാണ്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഒരു സമയം തെളിഞ്ഞിരിക്കുന്ന ഒരു സമയമാണ്. അതിൽ ആദ്യത്തെ നക്ഷത്രം ഭരണി നക്ഷത്രമാണ്. ഭരണി നക്ഷത്രക്കാരെ ഈ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ധനപരമായ പ്രയാസങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളെ കുറിച്ച് ആദ്യം പരാമർശിക്കാം. ഭരണി നക്ഷത്രം. ഭരണി നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ജീവിതത്തിലെ ധനപരമായ പ്രയാസങ്ങൾ അതൊന്ന് മാറ്റി നിർത്തി നോക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ര കാഠിന്യമേറിയതായ പല കാര്യങ്ങളും ജീവിതത്തിൽ സംഭവിക്കുന്നു എന്നുള്ളതാണ്. സമാധാനം നിങ്ങളുടെ ജീവിതത്തിൽ ഇല്ലാതാക്കിയിരിക്കുന്ന സാഹചര്യമുണ്ട്. കടബാധ്യതകൾ, ധനപരമായ പ്രതിസന്ധികൾ അല്ലെങ്കിൽ ധനപരമായ കാര്യങ്ങൾ ജീവിതത്തിൽ വല്ലാതെ ബാധിച്ചിരിക്കുന്നതായ സാഹചര്യമുണ്ട്. അതിനാൽ തന്നെ ഈ വിശേഷപ്പെട്ടതായ മാസം നിങ്ങൾക്ക് സൗഭാഗ്യം വന്ന് ചേരുവാൻ പോകുന്ന സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഈ മാസം അവസാനിക്കുന്നതിന് മുൻപ് പല കാര്യങ്ങളും നിങ്ങൾക്ക് നിറവേറ്റുവാൻ സാധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മുൻപത് ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും നിങ്ങൾക്കത് സാധിക്കാം എന്നുള്ളതാണ്. നിങ്ങളുടെ ശമ്പളം ലഭിക്കുമ്പോഴേക്കും അത് പല കാര്യങ്ങൾക്കായി ചെലവായി പോവുകയും പല ആവശ്യങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കാതെ കഷ്ടപ്പാടുകൾ പണമില്ലാത്തതിന്റെ, ധനമില്ലാത്തതിന്റെ പേരിൽ അനുഭവിച്ചു പോരുന്ന വ്യക്തികളാണ്. അതിനാൽ തന്നെ തീർച്ചയായും ഈ സമയം നിങ്ങൾക്കൊരു മഹാഭാഗ്യകരമായ സമയമാണ് എന്ന് പറയാം. ഈ സമയം നിങ്ങളിലേക്ക് ലോട്ടറിയുമായി ബന്ധപ്പെട്ട ഭാഗ്യം കടന്നു വരാൻ പോകുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ദീപം തെളിയിച്ച് സാക്ഷാൽ ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതും
സാധിക്കുമെങ്കിൽ രാമായണം പാരായണം ചെയ്യുന്നത് ഉത്തമമാണ്. ഈ സമയം തീർച്ചയായും ഏകശ്ലോക രാമായണം നിങ്ങൾ ജപിക്കുന്നത് വളരെ ശുഭകരമാണ്. കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തി പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ശുഭകരമാണ്. ഈ സമയം അതോടൊപ്പം ഒരു നെയ്വിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കണം. കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരും. നിങ്ങളുടെ ഭാഗ്യസംഖ്യകളായി വരുന്നത് 6, 2, 8 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. അതിനാൽ ഈ സംഖ്യകളുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഭാഗ്യം തുണയ്ക്കാം എന്നുള്ളതാണ്. കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ശാന്തമായ മനസ്സോടെയും പോസിറ്റീവായ ഊർജത്തോടെയും നിങ്ങൾ മുന്നോട്ട് പോകേണ്ടതായിട്ടുണ്ട്. രണ്ടാമത്തേതായ നക്ഷത്രം മകീരം നക്ഷത്രമാണ്. മകീരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ പണമില്ല അല്ലെങ്കിൽ ധനമില്ല എന്നതിൻ്റെ പേരിൽ പല പ്രയാസങ്ങളും അനുഭവിച്ചു പോരുന്നവരും ചില ആഗ്രഹങ്ങൾ പിന്നീടാകാം എന്ന രീതിയിൽ മാറ്റിവെക്കപ്പെട്ടിരിക്കുന്ന വ്യക്തികളാണ്. വിഷമതകൾ പലതും പുറമേ കാണിക്കുന്നില്ല എങ്കിലും ധനപരമായി വളരെയധികം പ്രയാസങ്ങൾ അനുഭവിച്ചു തന്നെ മുന്നോട്ട് പോകുന്നവരാണ്. അത്തരം പ്രയാസങ്ങൾ നിങ്ങളെ അത്രമേൽ വിഷമത്തിൽ ആഴ്ത്തിയിരിക്കുന്ന സാഹചര്യമുണ്ട്. എന്നാൽ ഈ സമയം ചില പുരോഗതികളിലേക്ക് പ്രവേശിക്കാവുന്ന സമയമാണ്. ശുഭപ്രതീക്ഷകളോടെ തന്നെയാണ് നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. ഈ മാസം അത് തെറ്റില്ല എന്നുള്ളതാണ്. ലോട്ടറിയുമായി ബന്ധപ്പെട്ട് ഒരു സൗഭാഗ്യം തെളിയാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ സാക്ഷാൽ ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതും ശ്രീരാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും വളരെ വിശേഷമാണ്. കൂടാതെ സൂര്യ നമസ്കാരം നിങ്ങൾ രാവിലെ 12 തവണ ചെയ്യുന്നതും ഏറ്റവും ഉത്തമം തന്നെയാകുന്നു. കൂടാതെ സൂര്യോദയം നോക്കി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നത് വളരെ ശുഭകരമാണ്. ഭാഗ്യങ്ങൾ കൂടുതലായി വന്നു ചേരുവാൻ ഉത്തമമാണ്. വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തം നടത്തി പ്രാർത്ഥിക്കുന്നത് വളരെ വിശേഷമാണ്. നിങ്ങളെ ഭാഗ്യസംഖ്യയായി വരുന്നത് 2, അതേപോലെ തന്നെ 4, 6 എന്നീ സംഖ്യകളാണ്. പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ ഈ സമയം നിങ്ങൾ ചിന്തിക്കേണ്ടതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും അനുഭവത്തിൽ വരുവാൻ ഈ കാര്യങ്ങൾ അനുഭവത്തിൽ വരുവാൻ ഈ സമയം പ്രത്യേകിച്ചും പോസിറ്റീവായ ഊർജത്തോടെ തന്നെ മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് തീർച്ചയായും അവിശ്വസനീയമായ ഒരു ധനനേട്ടം ലോട്ടറിയുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ടോ വന്നു ചേരാം. മഹാഭാഗ്യം തെളിഞ്ഞ മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് പൂരം നക്ഷത്രമാണ്. പൂരം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുമ്പോൾ വളരെയധികം സ്വപ്നങ്ങൾ മനസ്സിലുള്ള വ്യക്തികളാണ്. പല സ്വപ്നങ്ങളും നടക്കണം എന്ന് അതിയായി ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ മനസ്സ് വല്ലാതെ വിഷമിക്കുന്നതായ സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നതാണ് വാസ്തവം. ഈ സമയം ജീവിതത്തിൽ പല കാര്യങ്ങളും നിലനിൽക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നതും വാസ്തവമാണ്. പലപ്പോഴും കടം വാങ്ങി മുന്നോട്ട് പോകേണ്ട ഒരവസ്ഥയാണ് ജീവിതത്തിലുള്ളത് എന്ന് പരാമർശിക്കാം. സന്തോഷത്തോടെ ജീവിക്കുവാൻ നിങ്ങൾ അത്രമേൽ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എന്നാൽ ധനസ്ഥിതി വച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ ധനവരവ് വച്ച് നോക്കുമ്പോൾ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ആഗ്രഹങ്ങൾ നിറവേറുമോ എന്ന് സംശയം നിങ്ങളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട്. പല കാര്യങ്ങളിലും സംശയം നിഴലിക്കുന്നതായ സാഹചര്യമുണ്ട്. എന്നാൽ തീർച്ചയായും ഈ സമയം നിങ്ങൾക്ക് അഥവാ ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളാണ് എങ്കിൽ ലോട്ടറി ഭാഗ്യം നിങ്ങളെ തേടിയെത്താവുന്ന അതിനുള്ളൊരു സാഹചര്യം തെളിയുന്നതായ സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പ്രത്യേകിച്ച് നിങ്ങൾ നിത്യവും വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നതും സാക്ഷാൽ ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതും കൂടാതെ ഈ സമയം മഹാവിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. ഈ സമയം നിങ്ങൾ ഏറ്റവും പ്രധാനമായും ചെയ്യേണ്ടത് അടുത്തുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുക, വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുക എന്നുള്ളതാണ്. വിഷ്ണു ഭഗവാന് ഈ സമയം നെയ്വിളക്കും അതോടൊപ്പം
ഭാഗ്യസൂക്തവും നടത്തി പ്രാർത്ഥിക്കേണ്ടതാണ്. ഈ സമയം നിങ്ങൾ മനസ്സിലാക്കേണ്ട പ്രധാന കാര്യം, നിങ്ങളിലേക്ക് ഭാഗ്യം കൊണ്ടുവരുവാൻ സാധിക്കുന്ന ഭാഗ്യസംഖ്യ എന്ന് പറയുന്നത് 1, 3, 7 എന്നിങ്ങനെയുള്ള സംഖ്യകളാണ്. ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും ശുഭകാര്യങ്ങൾ പ്രത്യേകിച്ചും ചെയ്യുവാൻ ശ്രമിക്കണം. പോസിറ്റീവായി ഇരിക്കണം. നെഗറ്റീവായ ചിന്തകൾ ഒഴിവാക്കണം. ഇത് തീർച്ചയായും നിങ്ങൾ ഐശ്വര്യം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്നതിന് സഹായകരം തന്നെയാണ്. അപ്പോൾ തീർച്ചയായും കോടീശ്വര യോഗ തുല്യമായ ഫലങ്ങൾ തന്നെ നിങ്ങളിലേക്ക് സിദ്ധിക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്. ശ്രദ്ധയോടെ മുന്നോട്ട് നീങ്ങണം. അനിഴം നക്ഷത്രക്കാരെ സംബന്ധിച്ച് നോക്കുകയാണ് എങ്കിൽ കോടീശ്വര യോഗം തെളിഞ്ഞ ഒരു സാഹചര്യം പോലും ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം വളരെ മാറ്റങ്ങളിലൂടെ കടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ സാഹചര്യങ്ങൾ വളരെ മോശമാണ് എന്നുള്ളതാണ് വാസ്തവം. കടം വളരെയധികം വർദ്ധിക്കുന്ന സാഹചര്യമുണ്ട്. ഒറ്റപ്പെടലുകൾ നിങ്ങൾ വല്ലാതെ അനുഭവിച്ചു പോരുന്ന സാഹചര്യമുണ്ട്. പല കാര്യങ്ങളിലും ഇനി എന്ത് എന്ന് ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. ഇത്തരത്തിൽ വളരെ വിഷമതകളിലൂടെയും പ്രയാസങ്ങളിലൂടെയും മുന്നോട്ട് പോകുന്ന നിങ്ങളെ ഭാഗ്യദേവത കടാക്ഷിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ഭാഗ്യം കൈവരാൻ പോകുന്നു എന്ന് തന്നെ അർത്ഥമാക്കാം. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാലം ആരംഭിക്കുന്നതിന്റെ ഒരു സൂചന സിദ്ധിക്കാം. വിശ്വാസം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവർ തന്നെയാണ് നിങ്ങൾ. ഈ സമയം നിങ്ങളുടെ വിശ്വാസം അത് തള്ളിക്കളയുന്ന ഒരു സാഹചര്യമില്ല. നിങ്ങളിലേക്ക് കടന്നു വരേണ്ട ഭാഗ്യം അത് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾ പ്രത്യേകിച്ചും പ്രവൃത്തികൾ ദാനം നടത്തുന്നത് വളരെ ഉത്തമമാണ്. കൂടാതെ അന്നദാനം പോലുള്ള കാര്യങ്ങളുടെ ഭാഗമാകുന്നതും ഈ സമയം നിങ്ങൾക്ക് വളരെ ശുഭകരമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാനും ഭാഗ്യം നിലനിർത്തുവാനും ഉത്തമമാണ്. ഈ സമയം ലോട്ടറി ഭാഗ്യവുമായി ബന്ധപ്പെട്ട് നിങ്ങളിലേക്ക് ഇത്തരം ചില അനുകൂല സാഹചര്യങ്ങൾ ധനവുമായി ബന്ധപ്പെട്ട് വന്നു ചേരാം. എന്നാൽ അനിഴം നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി ഈ സമയം പരാമർശിക്കുവാൻ സാധിക്കുന്നത് 6, 8, 9 എന്നീ സംഖ്യകളാണ്. ഈ സമയം തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും അതോടൊപ്പം നെയ്വിളക്കും നടത്തി പ്രാർത്ഥിക്കുന്നത് ശുഭകരമാണ്. കൂടാതെ ഈ സമയം ശ്രീരാമസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതും നിത്യവും വിളക്ക് തെളിയിച്ച് ആരാധിക്കുന്നതും സാധിക്കുമെങ്കിൽ രാമായണം പാരായണം ചെയ്യുന്നതും വളരെ വിശേഷം തന്നെയാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം സംഭവിക്കുന്ന ഒരു സാഹചര്യം രൂപപ്പെടും എന്നുള്ളതാണ്. പോസിറ്റീവായ ഊർജത്തോടെ തന്നെ ചിന്തകളോടെ തന്നെ ഈ സമയം നിങ്ങൾ മുന്നോട്ട് നീങ്ങണം. ചിത്തിര നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിൽ വലിയ ആഗ്രഹങ്ങൾ സൂക്ഷിക്കുന്നവരാണ്. എന്നാൽ പ്രയാസങ്ങളെ മറികടന്ന് ഈ ആഗ്രഹങ്ങൾ നടക്കുമോ എന്നൊരു ചിന്ത നിങ്ങൾക്കുണ്ട്. ഈ സമയം ധനപരമായ പ്രയാസങ്ങൾ വളരെയധികമുണ്ട്. ഇതൊന്ന് തീർന്നു കിട്ടിയാൽ മതി എന്ന് പോലും ചിന്തിക്കുന്ന സാഹചര്യമുണ്ട്. നിത്യതയുള്ള പല ആവശ്യങ്ങൾ പോലും വളരെ പ്രയാസപ്പെട്ടാണ് നടത്തുന്നത് എന്നതും വാസ്തവമാണ്. അല്ലെങ്കിൽ പല ആവശ്യങ്ങൾക്കും ധനം ആവശ്യമാകുന്ന സാഹചര്യം ജീവിതത്തിലുണ്ട്. ഈ സമയം ചില കാര്യങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നത് വാസ്തവമാണ്. ഈ സമയം കടം ഇനി വേണ്ട, ഇനി വാങ്ങരുത് എന്ന് ചിന്തിച്ചാൽ പോലും കടം വാങ്ങേണ്ടതായ സാഹചര്യം, അത്തരത്തിൽ കടം വാങ്ങാതെ ഒരു നിവൃത്തിയില്ല, അല്ലെങ്കിൽ കടം വാങ്ങാതെ മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നില്ല എന്നൊരു സാഹചര്യം നിങ്ങൾക്കുണ്ട്. കടത്തിൽ മുങ്ങി നിൽക്കുന്ന അത്തരമൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം ഭാഗ്യം തുണയായി എത്തുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ചുറ്റുമുണ്ട്. ഈ സമയം മറ്റുള്ളവരെ പോലും അസൂയപ്പെടുത്തുന്ന ചില കാര്യങ്ങൾ, അത് ധനപരമായ ചില അനുകൂല കാര്യങ്ങളാകാം, നിങ്ങളിലേക്ക് കടന്നു വരുന്ന ഒരു സാഹചര്യം രൂപപ്പെടാം എന്നുള്ളതാണ്. ഈ സമയം നിങ്ങൾക്ക് പ്രത്യേകിച്ചും ലോട്ടറിയുമായി ബന്ധപ്പെട്ട ആ സൗഭാഗ്യം തെളിഞ്ഞു കാണുന്ന സാഹചര്യമുണ്ട്. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും
ഭാഗ്യം തുണയ്ക്കാവുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ്. ഈ സമയം പ്രത്യേകിച്ചും സന്ധ്യയ്ക്ക് ദീപം തെളിയിച്ച് സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതും ലക്ഷ്മി മന്ത്രങ്ങൾ, ലക്ഷ്മി കുബേര മന്ത്രങ്ങൾ ജപിക്കുന്നത് ശുഭകരമാണ്. കൂടാതെ ഈ സമയം സാക്ഷാൽ ശ്രീരാമസ്വാമിയെ ആരാധിക്കുന്നതും വളരെ വിശേഷമാണ്. അടുത്തുള്ള ശ്രീരാമ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ രാമക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നത് പോലെ തന്നെ അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഭാഗ്യസൂക്തവും അതേപോലെ തന്നെ നെയ്വിളക്കും ഭഗവാന് നടത്തി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ഈ നക്ഷത്രത്തിൽ പിറന്ന വ്യക്തികളുടെ ഭാഗ്യസംഖ്യയായി ഈ സമയം പരാമർശിക്കുവാൻ സാധിക്കുന്നത് 1, 4, 6 എന്നീ സംഖ്യകളാണ്. ഈ സമയം ഭാഗ്യം കൊണ്ടുവരാവുന്ന സംഖ്യകളാണ് പരാമർശിക്കുന്നത്. ഈ സമയം നിങ്ങൾ പോസിറ്റീവായ കാര്യങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് ആകർഷിക്കണം. പോസിറ്റീവായ ചിന്തകൾ നടത്തണം. ദാനം നടത്തുന്നതും അതോടൊപ്പം ഈ സമയം നിങ്ങൾ അന്നദാനത്തിന്റെ ഭാഗമാകുന്നതും നിങ്ങൾക്ക് ശുഭകരമായി തീരാം. ഈ സമയം പൊതുവിൽ ധനഭാഗ്യം വന്നു ചേരാവുന്ന ഒരു സമയം തന്നെയാണ്. ദാരിദ്ര്യത്തിന്റെ പിടിയിൽ നിന്നും ഭാഗ്യം കടന്നു വരാൻ പോകുന്ന മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് മൂലം നക്ഷത്രമാണ്. മൂലം നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം ചില അനുകൂല സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരാം എന്നുള്ളതാണ്. കഠിനാധ്വാനം വളരെയധികം ചെയ്യുന്ന വ്യക്തികളാണ്. എന്നാൽ പുരോഗതി പ്രതീക്ഷിച്ചതുപോലെയില്ല. കുടുംബവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളാലോ പലവിധ അസ്വസ്ഥതകൾ നേരിടുന്ന സാഹചര്യമുണ്ട്. സ്വപ്നങ്ങൾ ഒരുപാടുണ്ട്. എന്നാൽ പല കാര്യങ്ങളും അനുകൂലമല്ലാത്ത സാഹചര്യം. പണവരവ് വളരെ കുറവാണ്. സമ്പാദ്യം അത്രമേലില്ല എന്ന് പറയാം. പല കാര്യങ്ങളെക്കുറിച്ചും പ്രത്യേകിച്ചും ഭാവി എന്താകും എന്ന് നിങ്ങൾക്ക് വളരെയധികം ഭയമുള്ള സാഹചര്യമുണ്ട്. നിങ്ങൾക്ക് ചെയ്യേണ്ടതായ കടമകളുണ്ട് അല്ലെങ്കിൽ നിറവേറ്റപ്പെടേണ്ടതായ കാര്യങ്ങളുണ്ട്. അതുപോലും ബുദ്ധിമുട്ടുന്ന സാഹചര്യമാണ് ഉള്ളത്. ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ കോടീശ്വരയോഗ തുല്യമായ ഒരു കാര്യം തന്നെയാണ് തെളിഞ്ഞിരിക്കുന്നത് എന്ന് പറയാം. ഈ സമയം മഹാഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരാനുള്ള സാധ്യതകളുണ്ട്. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ചെയ്യേണ്ടതായ കാര്യം, ഭാഗ്യവർദ്ധനവിന് ചെയ്യേണ്ടതായ കാര്യം തുളസി പൂജ ചെയ്യുക എന്നുള്ളതാണ്. തുളസിക്ക് ജലം അർപ്പിക്കുന്നത് ഉത്തമമാണ്. അതിരാവിലെ തന്നെ നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യണം. രാത്രി സമയങ്ങളിലോ സന്ധ്യാസമയത്തോ ഈ ഒരു കാര്യം ചെയ്യാൻ പാടുള്ളതല്ല. ഈ സമയം നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഭാഗ്യത്തെ ആകർഷിക്കുന്ന ആ നമ്പറായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്, ഈ സമയം ഭാഗ്യത്തെ ആകർഷിക്കുന്ന ഒരു സംഖ്യ 7 ആണ്. കൂടാതെ 6, 4 എന്നീ സംഖ്യകളും ഭാഗ്യത്തെ ആകർഷിക്കുവാൻ സാധിക്കുന്നതാണ്. ഈ സമയം തീർച്ചയായും ഭാഗ്യം നിങ്ങളിലേക്ക് കടന്നു വരാം. കൂടാതെ ഈ സമയം പച്ച നിറത്തിലുള്ള വസ്ത്രങ്ങൾ കൂടുതലായി ധരിക്കുന്നത് നിങ്ങൾക്ക് ശുഭകരമാണ്. പോസിറ്റീവായ ഊർജം നിങ്ങളിലേക്ക് നൽകാം. മഞ്ഞ, പച്ച എന്നീ വസ്ത്രങ്ങൾ നിങ്ങൾക്ക് ഈ സമയം ശുഭകരമാണ്. ഈശ്വരാധീനം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾക്ക് ഈ സമയം സാധിക്കേണ്ടതാണ്. തീർച്ചയായും നിങ്ങൾ ദാനം ചെയ്യുന്നതും ഈ സമയം ശുഭകരമായി തീരും. ഈ സമയം ശ്രദ്ധയോടെ തന്നെ മുന്നോട്ട് പോകണം. അവസരങ്ങൾ കൃത്യമായി തന്നെ വിനിയോഗിക്കുക. പൂരാടം നക്ഷത്രക്കാരായ വ്യക്തികൾക്ക് ആവശ്യങ്ങൾക്ക് പോലും ധനം തികയാത്ത ഒരു സാഹചര്യം ജീവിതത്തിലുണ്ട് എന്നുള്ളതാണ്. പല നഷ്ടങ്ങൾ ഈ സമയം ജീവിതത്തിൽ അനുഭവിച്ച് പോരുന്നവരാണ് എന്ന് പറയാം. കടബാധ്യതകൾ തലവേദനയായി നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. എത്ര തന്നെ ശ്രമിച്ചാലും ധനപരമായ പ്രയാസങ്ങളിൽ നിന്നും ഒരു മോചനം ലഭിക്കാതെ നിൽക്കുന്ന വ്യക്തികളായി പരാമർശിക്കാം. എന്നാൽ നിങ്ങൾക്ക് ഈ സമയം നിങ്ങൾ പോലും പ്രതീക്ഷിക്കാതെ ഒരു ഭാഗ്യം കടന്നു വരുന്ന സമയമാണ്. ഈ സമയം ഭാഗ്യം കടന്നു വരുന്നു എന്നതുപോലെ തന്നെ പ്രാധാന്യമുണ്ട് ഭാഗ്യത്തെ ഇരട്ടിപ്പിക്കുക എന്ന കാര്യത്തിന്. ഈ സമയം തീർച്ചയായും നിങ്ങൾ ദീപം തെളിയിക്കുന്നത് വളരെ ശുഭകരമാണ്. അല്ലെങ്കിൽ ദീപം തെളിയിച്ചതിന് ശേഷം നിങ്ങൾ
ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുന്നതും മഹാലക്ഷ്മി മന്ത്രങ്ങൾ ജപിക്കുന്നതും ഏറ്റവും ഉത്തമമാണ്. കൂടാതെ മനസ്സിൽ നിങ്ങൾ ഉറപ്പിക്കേണ്ടത് അനിവാര്യമാണ്. നിങ്ങൾക്കായുള്ള പോസിറ്റീവായ കാര്യങ്ങൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കും എന്ന വിശ്വാസം നിങ്ങൾ ഈ സമയം വർദ്ധിപ്പിക്കേണ്ടതാണ്. എനിക്ക് പണം ലഭിക്കും, എനിക്ക് ധനപരമായ ഉയർച്ചയുണ്ടാകും, എൻ്റെ കഷ്ടകാലമെല്ലാം തീരും. ഇത്തരത്തിൽ പോസിറ്റീവായ ഊർജം നിങ്ങൾ വർദ്ധിപ്പിക്കണം. നെഗറ്റീവായ ഒരു കാര്യവും നിങ്ങൾ ഈ സമയം ചിന്തിക്കേണ്ടതായിട്ടില്ല. ഈ സമയം നിങ്ങൾക്ക് ധനം വന്നു ചേരും എന്ന ഉറച്ച വിശ്വാസത്തോടെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. ഭാഗ്യം നിങ്ങളിലുണ്ട് എന്ന് നിങ്ങൾ ഉറപ്പിക്കേണ്ടതാണ്. ഭാഗ്യം നിങ്ങളിലേക്ക് കൊണ്ടുവരുന്ന സംഖ്യ എന്ന് പറയുന്നത് 4, 6, 9 എന്നീ സംഖ്യകളാണ്. കൂടാതെ ഈ സമയം നിങ്ങൾ സ്വർണ്ണ നിറത്തിലുള്ള വസ്ത്രങ്ങൾ ഈ സമയം കൂടുതലായും ധരിക്കുന്നത് നിങ്ങൾക്ക് വളരെ ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക. ശ്രീരാമസ്വാമിയെ ഈ സമയം ആരാധിക്കുന്നതും രാമമന്ത്രങ്ങൾ ജപിക്കുന്നതും അതേപോലെ തന്നെ വിഷ്ണു ഭഗവാനെ ആരാധിക്കുന്നതും അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും ഒരുമിച്ച് വഴിപാടായി നടത്തുക. അതോടൊപ്പം ആത്മവിശ്വാസം വർദ്ധിക്കുകയും പോസിറ്റീവായ ചിന്തകൾ മാത്രം മനസ്സിലേക്ക് കൊണ്ടുവരിക. തീർച്ചയായും നിങ്ങൾക്ക് ഭാഗ്യം സിദ്ധിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കും. രേവതി നക്ഷത്രക്കാരായ വ്യക്തികൾക്കും ജീവിതത്തിൽ ലോട്ടറി ഭാഗ്യം സിദ്ധിക്കുവാനുള്ള ഒരു അത്ഭുതകരമായ സമയം തെളിഞ്ഞിരിക്കുകയാണ്. എന്നാൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോൾ പല കാര്യങ്ങളും അനുകൂലമല്ല. കാര്യതടസ്സങ്ങളുണ്ട്. കണ്ണുനീർ പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിൽ ബാധിച്ചിരിക്കുന്ന സമയമുണ്ട്. പല വിഷമതകളും നിങ്ങൾ അനുഭവിച്ച് പോരുന്നവരാണ്. കൃത്യമായി പറയുകയാണ് എങ്കിൽ വീടെന്ന സ്വപ്നം പോലും ജീവിതത്തിലുള്ളവരാണ്. പല കാര്യങ്ങളും നഷ്ടപ്പെട്ടു എന്നൊരു സാഹചര്യം ജീവിതത്തിലുണ്ട്. കടബാധ്യതകൾ വർദ്ധിച്ചു വരുന്നു. പരിഹരിക്കുവാൻ വഴികളില്ല. സ്വയം ചിന്തിച്ചാൽ പോലും മാനസിക സംഘർഷങ്ങൾ വളരെയധികം ബാധിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. തിരിച്ചടികളാണ് ജീവിതത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാഗ്യം ഏറ്റുവാങ്ങേണ്ട സമയത്ത് പോലും തിരിച്ചടികൾ ഉണ്ടായിരുന്നു. എന്നാൽ ഈ സമയം നിങ്ങൾ ലോട്ടറി ഭാഗ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന സമയമാണ്. ഈ സമയം ഭാഗ്യം നിലനിൽക്കുന്ന ഒരു സമയമായി തന്നെ പരാമർശിക്കാം. ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾ ശംഖുപുഷ്പം വിളക്ക് തെളിയിക്കുമ്പോൾ സമർപ്പിക്കുന്നത് വളരെ വിശേഷമാണ്. മഞ്ഞ പുഷ്പങ്ങൾ നിങ്ങൾ സമർപ്പിക്കാം. കൂടാതെ ഈ സമയം ശ്രീരാമ മന്ത്രങ്ങൾ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. അടുത്തുള്ള വിഷ്ണു ക്ഷേത്രത്തിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരണം എന്ന പ്രാർത്ഥനയോടെ ഭാഗ്യസൂക്തം നിങ്ങളുടെ പേരിൽ നടത്തുക. അതോടൊപ്പം നെയ്വിളക്ക് കൂടി നടത്തി പ്രാർത്ഥിക്കുകയാണ് എങ്കിൽ ശുഭകരമാണ്. എപ്പോഴും പോസിറ്റീവായ ഊർജം മാത്രം ജീവിതത്തിലേക്ക് കൊണ്ടുവരിക. ഈ സമയം എനിക്ക് ഭാഗ്യം തുണയ്ക്കും, ധനനേട്ടമുണ്ടാകും, ശുഭകാര്യങ്ങൾ സംഭവിക്കും, ദുരിതങ്ങൾ ഒഴിഞ്ഞു പോകും എന്ന് എപ്പോഴും മനസ്സിൽ ആവർത്തിക്കേണ്ടതാണ്. വിശ്വാസത്തോടെ ചിന്തിക്കണം. ചില വിഷമതകൾ ഉണ്ടായാൽ പോലും അതെല്ലാം മറികടന്ന് ഈ ചിന്ത മാത്രമായിരിക്കണം നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. ഈശ്വരാധീനം കൂടി വർദ്ധിപ്പിക്കുക. ഈ സമയം നിങ്ങളുടെ ഭാഗ്യസംഖ്യയായി വരുന്നത് 3, 6, 7 എന്നീ സംഖ്യകളാണ്. തീർച്ചയായും നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ചില അനുകൂല സാഹചര്യങ്ങൾ ഈ സമയം കടന്നു വരാം. ഈ സമയം മഞ്ഞ നിറത്തിലുള്ള വസ്ത്രങ്ങൾക്കും ഓറഞ്ച് നിറത്തിലുള്ള വസ്ത്രങ്ങൾക്കും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് നിങ്ങൾക്ക് ഗുണകരമായി തീരും.